ഹലോ, വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളുകളായി തമിഴ്നാട്ടിലൂടെ ഒരു യാത്ര പോകണമെന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ അത് ഇളയ ദളപതി വിജയുടെ സത്യപ്രതിജ്ഞ ദിവസം തന്നെ ആകട്ടെ എന്ന് തീരുമാനിച്ചു. പെട്ടെന്ന് തീരുമാനിച്ചതിനാൽ മനസ്സിലൊരു പ്രത്യേക സ്ഥലമൊന്നും ഓർമ്മ വന്നില്ല. ഡെസ്റ്റിനേഷൻ യാത്രകൾക്കിടയിൽ തീരുമാനിക്കുന്നതല്ലേ ഒരു രസം. ഏകദേശം 108 വർഷം പഴക്കമുള്ള കൊല്ലം തെങ്കാശി യാത്രയിലെ ഒരു പ്രധാന ആകർഷണമാണ് ഈ 13 കണ്ണറ പാലം. ഓരോ തവണ ഈ വഴിയിലൂടെ പോകുമ്പോഴും ഈ പാലം ഒന്ന് എത്തി നോക്കാതെ കടന്നു പോകാൻ കഴിയാറേ ഇല്ല. കേരളം കടന്ന് തമിഴ്നാട്ടിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ്. വഴിയിൽ ചില പാർട്ടി നേതാക്കൾ കോവിലുകളിൽ എന്തോ പൂജയ്ക്കായി നിൽക്കുന്നു. എസ് വളവ് പിന്നിട്ടാണ് തമിഴ്നാട്ടിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ അതാ മുന്നിലൊരു കാർ ആനവണ്ടിക്ക് വട്ടം വെച്ചേക്കുന്നു. പണ്ടൊക്കെ ഈ വഴികളിലൂടെ എത്ര മണിക്കൂർ കിടന്നിട്ടാണ് തമിഴ്നാട്ടിലേക്കും തിരിച്ച് കേരളത്തിലേക്കും വരാറുള്ളത്. നമ്മൾ കേരളീയർക്ക് ഈ എസ് വളവ് കഴിഞ്ഞ് പുളിയറ എത്തിയാലേ തമിഴ്നാടായി എന്ന് തോന്നാറുള്ളൂ. മുൻപൊക്കെ ഇവിടെ എത്തുമ്പോഴാണ് കാറുകൾ വളരെ സ്മൂത്തായി പോകാറുള്ളത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പാച്ച് വർക്കുകളാൽ സമ്പന്നമാണ് തമിഴ്നാട്ടിലെ റോഡുകൾ. പുളിയറ കഴിഞ്ഞ് ദാ ഈ കാണുന്ന പമ്പിന് ഓപ്പോസിറ്റുള്ള ചായക്കടയിൽ നിന്നും ചായ കുടിച്ചേ ഈ വഴി യാത്ര തുടരാറുള്ളൂ. നല്ല ചായയും ചില ചെറുകടികളും അകത്താക്കി അല്പം മിക്സ്ചറും വാങ്ങി ഞങ്ങൾ മുന്നോട്ട്. നമ്മുടെ നാട്ടിൽ നിന്നും മൺമറിഞ്ഞു പോയ ഈ കാഴ്ചകൾ കാണാൻ നമ്മൾ തമിഴ്നാട്ടിലേക്ക് തന്നെ വരണം. സഹ്യൻ്റെ തണലിൽ വളരുന്ന നെൽപ്പാടങ്ങൾ, എത്ര മനോഹരമായ കാഴ്ച. ഇനി ചെങ്കോട്ടയ്ക്കടുത്തുള്ള അടവിനയനാർ ഡാം അഥവാ മേക്കര ഡാം എന്നറിയപ്പെടുന്ന ഡാമിലേക്കുള്ള യാത്ര. ഡാമിനേക്കാൾ സൗന്ദര്യം ഡാമിലേക്കുള്ള വഴിയുടെ ഇരുവശമാണ്. സഹ്യപർവ്വതം തലയെടുപ്പോടെ നിൽക്കുന്ന ഈ അതിമനോഹരമായ കാഴ്ച എത്ര നേരം നോക്കി കണ്ടാലും മതിയാകില്ല. സാധാരണ ജീവിതം നയിക്കുന്നവരാണ് തമിഴരിൽ ഭൂരിഭാഗവും. ആടും പശുവും കൃഷിയുമായൊരു ജീവിതം. ഈ കാണുന്ന മേക്കര ഡാം ഹനുമാൻ നദിയുടെ കുറുകെ 2002 പൂർത്തീകരിച്ചതാണ്. 15,000-ഓളം ഏക്കർ കൃഷിഭൂമിയിലേക്കുള്ള ജലസ്രോതസ് കൂടിയാണിത്. ഇനി നേരെ തിരുമലക്കോവിലേക്ക്. ചുറ്റും സഹ്യപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ അമ്പലത്തിലേക്ക് 2012 മല തുരന്നാണ് ഈ അമ്പലത്തിലേക്കുള്ള വാഹനപാത നിർമ്മിച്ചത്. പണ്ടൊക്കെ ഇവിടെയുള്ള മല ചവിട്ടിക്കയറിയാണ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. ഓരോ തവണ വരുമ്പോഴും ഇവിടുത്തെ മാറ്റങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ താഴെ നിന്നും അമ്പലം വക വാൻ സർവീസ് മുകളിലേക്കും തിരിച്ചും രാവിലെയും വൈകിട്ടുമുണ്ട്. മുകളിലെത്തിയാലുള്ള കാഴ്ചകൾ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. നീണ്ടു പരന്നു കിടക്കുന്ന തമിഴ്നാട്ടിലെ തെങ്കാശിയും പാപനാശവും സുന്ദരപാണ്ഡ്യവരും ഒരു വശത്ത്, മറുവശത്ത് ഭീമൻ സഹ്യപർവ്വതം. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പ്രധാനമായും 2 കഥകളാണുള്ളത്. ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് ദുവൻ ഭട്ടാർ എന്ന കാളിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരിയോട് കൊറ്റത്തിരുട് എന്ന പ്രദേശത്തു നിന്നും ഭഗവാനെ മലമുകളിൽ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞതായും, മറ്റൊന്ന് ശിവകാമി അമ്മാൾ തൻ്റെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് ഈ ക്ഷേത്രം നിർമ്മിച്ചതായും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതികൾ 15-ാം നൂറ്റാണ്ടിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. മലമുകളിൽ ഒരു കുളമുണ്ട്. അഷ്ടപത്മകുളം എന്നാണ് അറിയപ്പെടുന്നത്. സഹ്യനെ നോക്കി ഈ ക്ഷേത്ര പരിസരത്ത് നിൽക്കുമ്പോൾ തിരിച്ചു പോകാൻ തോന്നാറേയില്ല. അത്ര കാറ്റും ഭംഗിയുമാണ് ഇവിടുത്തെ കാഴ്ച. ഇന്ന് ടി.വിക്ക് സത്യപ്രതിജ്ഞ ദിവസമായതിനാൽ അവിടെ ഇവിടെ കമ്പം പൊട്ടുന്നതായി കാണാം.
അങ്ങനെ ഇതെല്ലാം കണ്ടിരിക്കുമ്പോഴാണ് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നത്. അങ്ങനെ ഞങ്ങൾ തിരുമലക്കോവിൽ വിട്ട് തെങ്കാശിയിലെ ശ്രീ മധുരം വെജ് റെസ്റ്റോറൻറ്റിൽ എത്തിയത്. നല്ല സ്വാദും വൃത്തിയുമുള്ള ഹോട്ടലാണിത്. നച്ചുന് നെയ്റോസ്റ്റ് ഇങ്ങനെ തൊപ്പി പോലെ കണ്ടപ്പോഴേ സന്തോഷമായി. അങ്ങനെ ദളപതി വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേറിയ ദിനം തന്നെ തമിഴ്നാട്ടിൽ ആഘോഷിച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.